പ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ സാവകാശം തേടിയിട്ടുണ്ട്. അതിനിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നതിനിടെ വിശ്വസ്തനായ എൻ വാസുവിന്റെ അറസ്റ്റ് CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. BV അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇവിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വന്ന റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം അതീവ ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ചും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. വാസുവിന് പിന്നാലെ പത്മകുമാറിൻ്റെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? എന്താണ് SITയുടെ അടുത്ത നീക്കം? ടോം, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തുടർച്ചയായ അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ CPM അതിനെ പ്രതിരോധിക്കാൻ പറഞ്ഞത് അറസ്റ്റിലായവരുടെ രാഷ്ട്രീയം നോക്കണം, അതെല്ലാം കോൺഗ്രസ് അനുഭാവികളോ കോൺഗ്രസ് സംഘടനാ നേതാക്കളായിരുന്നവരോ ഒക്കെ ആയിരുന്നു. CPM-ന് ഒരു ബന്ധവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെയും സംരക്ഷിക്കില്ല. ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി എൻ വാസുവിന്റെ അറസ്റ്റിന് ശേഷവും പറഞ്ഞ കാര്യം അതുതന്നെയാണ്. പക്ഷേ അങ്ങനെ മാത്രം പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല CPM-ന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ വിഷയത്തിലെ പോലീസിന്റെ SITയുടെ തുടർ നീക്കങ്ങളും. എൻ വാസു CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന് അപ്പുറത്തേക്ക് CPM അംഗം കൂടിയായ ആളാണ്. അത്തരമൊരാളെ രണ്ടു തവണ ദേവസ്വം കമ്മീഷൻ സ്ഥാനത്തേക്കും ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും CPM നിയോഗിച്ച ആളാണ് എൻ വാസു. അത്തരമൊരാൾക്കെതിരെ ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിന്, കൂടുതൽ പ്രതികരണത്തിന് CPM തയ്യാറാകേണ്ടി വരും. അടുത്ത ആരൊക്കെയാണ് ഈ കേസിൽ ഇപ്പോൾ വാസുവിൽ എത്തി നിൽക്കുന്നു. അതിനും അപ്പുറത്തേക്ക് അന്വേഷണം പോയാൽ, ഇനി കൂടുതൽ അന്വേഷണം വാസുവും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ എ പത്മകുമാറിനെ പോലും വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോവുകയോ ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. CPM-നെ പ്രതിരോധിക്കാൻ കൂടുതൽ വിശദീകരണം നൽകേണ്ട സാഹചര്യമുണ്ടാകും. ഒരു തരത്തിലും CPM-ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. വാസു CPM ഇത്രയും പ്രധാനപ്പെട്ടയാളാണ്. പത്മകുമാർ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ഈ അന്വേഷണം തുറന്നും മുകളിലേക്ക് പോകണം. അതാണ് BJP-യുടെയും അതുപോലെ കോൺഗ്രസിന്റെയും ഒക്കെ ആവശ്യം. ഉദ്യോഗസ്ഥൻ മാത്രം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരിൽ മാത്രം നിന്നാൽ പോരാ, ദേവസ്വം മന്ത്രിയിലേക്ക് പോകണം, മന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യമൊക്കെയാണ് ഇപ്പോൾ BJP-യും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഈ മണിക്കൂറുകൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ വാസുവിലെത്തി നിൽക്കുന്നു. ഏതു നിമിഷവും പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. തെളിവുകൾ പ്രതികൂലമെങ്കിൽ അല്ലെങ്കിൽ തെളിവുകൾ ഇയാൾക്കെതിരെയാണെങ്കിൽ, പത്മകുമാറിനെതിരാണെങ്കിൽ അയാളുടെ അറസ്റ്റും വൈകാതെ ഉണ്ടായേക്കും. അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ഈ പത്മകുമാറിന്, അതായത് വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. കാരണം സ്വർണ്ണപ്പാളി അത് ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ പലതും വാസു മറച്ചുവെച്ചുവെന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റും മറ്റു നടപടികളും ഉണ്ടായത്. പത്മകുമാറിന് ഈ കേസിലുള്ള പങ്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നൽകുന്ന വിവരം? അരുൺ, പത്മകുമാറിന്റെ കാലത്താണ്, പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയത് അത് ദേവസ്വം ബോർഡിന്റെ കൂടി അറിവോടെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വരുമ്പോൾ സ്വാഭാവികം പത്മകുമാർ ആ കേസിൽ പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാറിനെ പ്രതി ചേർത്തത്. സ്വാഭാവികമായി ഈ കേസ് ഓരോരുത്തരെയായിട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അറസ്റ്റിലേക്ക് പോവുകയുമാണ്. പത്മകുമാറിനെ ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു, അദ്ദേഹം അനാരോഗ്യം പറഞ്ഞ് അന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അധികം വൈകാതെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇനിയും ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ കൂടി ഈ കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുണ്ട്. അവരുടെ അറസ്റ്റിന് ശേഷമാകും ഒരുപക്ഷെ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം കടക്കുക. വാസു CPM-യുമായി വളരെ ബന്ധമുള്ളയാളാണ്. പത്മകുമാർ ആകുമ്പോൾ ഒന്നുകൂടി ആ ബന്ധം ശക്തമാണ്. അദ്ദേഹം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി എണ്ണപ്പെട്ട നേതാവാണ് പത്മകുമാർ. ഏറ്റവും ഒടുവിൽ കൊല്ലം ജില്ലാ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്താതെ ഒരു പ്രതിഷേധവുമൊക്കെ അറിയിച്ച നേതാവാണ്. ആ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാവാണ് പത്മകുമാർ. പക്ഷേ ആ പത്മകുമാറിലേക്ക് അന്വേഷണം വന്നാൽ CPM അവിടെ കൂടുതൽ പ്രതിരോധത്തിലാകും. ഇന്നലെയും സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞ ആരായാലും അയ്യപ്പന്റെ ഒരു തരി പൊന്നെങ്കിലും എടുത്താൽ, സ്വർണം എടുത്ത ആരായാലും ഒരു തരത്തിലുള്ള സഹകരണവും അതിലുണ്ടാകില്ല, ഒരു തരത്തിലുള്ള സംരക്ഷിക്കാൻ ശ്രമിക്കില്ല. അവർക്ക് വേണ്ടി ഒരു പറയാൻ CPM വരില്ല. അവരെ അറസ്റ്റ് ജയിലിൽ അടക്കേണ്ട നിലപാട് CPM പറയുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞാലും CPM നിയോഗിച്ച ആളുകൾ, പ്രത്യേകിച്ച് വാസുവായാലും പത്മകുമാറായാലും, അവർ ഈ കേസിൽ പ്രതിയാകുമ്പോൾ, സ്വർണ്ണമോഷണ കേസിലായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാകുമ്പോൾ CPM സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് പോകും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി അതിന് പ്രധാന കാരണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടന്നു
വന്നിരിക്കുന്നു, പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച അതിന്റെ വിജ്ഞാപനം പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ തീർച്ചയായും അരുൺ, അങ്ങനെയെങ്കിൽ ഇക്കഴിഞ്ഞ ഭരണസമിതി, അതായത് PS പ്രശാന്തിന്റെ ഭരണസമിതിക്ക് കീഴിലും സമാനമായ രീതിയിലുള്ള ആരോപണത്തിന്റെ സംശയം നിലനിൽക്കുന്നുണ്ടോ? PS പ്രശാന്തിലേക്കും അന്വേഷണം നീങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഇതുവരെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒന്നും ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് 2025 ഉത്തരവിട്ടിരുന്നു. അത് ദേവസ്വം പ്രസിഡന്റ് തന്നെ അറിഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ല, സ്പോൺസറുടെ കയ്യിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതി ചെയ്തിട്ടില്ല. പക്ഷേ അന്വേഷണ ഭാഗം ഒരുപക്ഷെ അതും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അത്തരം ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ അത്തരം മൊഴിയെടുപ്പൊക്കെ വൈകാതെ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ അതിൽ പ്രതിയല്ല. പക്ഷേ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ ഇതിൽ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടരന്വേഷണത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ബോർഡിനെയും പ്രതിയാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്കും എല്ലാ കാര്യങ്ങളും അറിയാം. കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്, നിർദ്ദേശം നൽകിയതും ഭരണ നേതൃത്വമാണ്, ഉദ്യോഗസ്ഥരല്ല എന്ന നിലപാടാണ് BJPയും കോൺഗ്രസും ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.